ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പ്ലം കേക്കിനൊക്കെ ആവശ്യമുള്ള സാധനമാണ് ടൂട്ടി ഫ്രൂട്ടി. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇതിനായിട്ട് 2 നല്ല പച്ച കപ്പങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ. അതിന് തന്നെ ക്ലീൻ ചെയ്യട്ടെ തൊലിയല്ല. തൊലിയൊക്കെ ഞാൻ ചെത്തി കളഞ്ഞിട്ടുണ്ട്, നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് കഴുകി ഉള്ളിലെ കുരുവൊക്കെ എടുത്ത് കളയാട്ടോ. തൊലിയെല്ലാം കളഞ്ഞ് ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ ക്യൂബായിട്ട് മുറിച്ചെടുക്കാം. എല്ലാ കപ്പങ്ങളും ക്യൂബായിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പരമാവധി ചെറുതാക്കി അരിഞ്ഞെടുക്കണേ നല്ലത്. ഷേപ്പ് ഇതുപോലെ ആവണമെന്നില്ല, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭംഗിയാണ്. അപ്പോൾ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കാം ചെറുതായിട്ടൊന്ന്. ഞാനിത് മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം വെള്ളം എടുക്കണം. ഇത് ഇട്ട് കൊടുക്കാം നമുക്കെല്ലാം. ഞാനൊരു 7 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഓവർ കുക്ക് ആവണ്ട. അത് ഞാൻ കോരി കാണിച്ചു തരാം. നല്ല ക്ലിയർ ആയി കിട്ടും ഈ കപ്പങ്ങ. ചൂട് പോണേക്കുമ്പോൾ വേഗം കോരിയെടുക്കണം, അല്ലെങ്കിൽ വെള്ളം കുടിക്കൂ കപ്പങ്ങ. ആണ് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഓവർ കുക്ക് ആവരുത് കേട്ടോ. വെന്തോടയൂല, ഒന്ന് ജസ്റ്റ് ഒന്ന് വേവുള്ളൂ. നമുക്കിത് കോരിയെടുക്കാനല്ല. എല്ലാം ഊറ്റിയിട്ടുണ്ട്, വെള്ളം ഒട്ടും ഇല്ലാതെ. ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പിൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് ലായനിയാക്കി എടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കപ്പങ്ങയിലേക്ക് ആ പഞ്ചസാര ലായനി ഒന്ന് പിടിക്കട്ടെ. ഒരു 5 മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ. ഞാനൊരു 10 മിനിറ്റ് നല്ലോണം തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആ പഞ്ചസാര ലായനി കപ്പങ്ങയിലേക്ക് പിടിക്കാൻ വേണ്ടി. ഇപ്പൊ ഞാൻ ഇറക്കി വെച്ച് 4 ബൗളിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. ആ പാനി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഊറ്റി 4 ബൗളിലേക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ലായനിൽ ഒഴിച്ച് കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കളർ ഉപയോഗിക്കണമെന്നൊന്നുമില്ല, അത്ര ഹെൽത്തി ഒന്നും അല്ല, പിന്നെ ഒരു ഭംഗിയല്ലേ, അതിനുവേണ്ടി ചെയ്യണേണ്. ഗ്രീൻ കളറിൽ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിനി മാറ്റി വെക്കാം. അടുത്ത റെഡ് കളർ മിക്സ് ചെയ്യാം കേട്ടോ. അടുത്തത് യെല്ലോ കളറാണ് കേട്ടോ. നമുക്ക് അത് ആഡ് ചെയ്യാം. അത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 4 കളറായിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള പഞ്ചസാര ലായനി 4 തുല്യമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് അത് കുതിരട്ടെ. നമുക്കിനി ഒരേ ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ഒഴിക്കരുത് കേട്ടോ, അല്ലെങ്കിൽ അതിന്റെ കുത്തുണ്ടാവും. ഇത്ര മതി കേട്ടോ. 1 ഡ്രോപ്പ് നമുക്ക് ഒരേ കളറിൽ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം എല്ലാത്തിലും ഒഴിക്കട്ടെ കേട്ടോ. നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും നിർബന്ധമായിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. വൈകുന്നേരം ഉച്ചക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഓവർനൈറ്റ് വെക്കണം, നല്ലതാ. ഇന്നലെ വൈകുന്നേരമാണ് ഞാനിത് റെഡിയാക്കിയത്. ഇപ്പം ഇന്ന് രാവിലെ ഞാൻ എടുത്തിട്ടാ. അത് നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് എല്ലാത്തിനും. നമുക്കിതിന്റെ പാനി ഒന്ന് അരിച്ച് കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സാരപ്പാനി ഊറ്റി കളഞ്ഞൊരു പാത്രത്തിൽ നിരത്തി വെച്ചിട്ട് നമുക്ക് നല്ല വെയിലുകൊണ്ട് ഉണക്കി എടുക്കാട്ടോ. ടൂട്ടി ഫ്രൂട്ടി ഒരു ദിവസം നല്ലോണം വെയിൽ ഒളിച്ചിട്ടാ. അപ്പൊ നല്ലോണം ചുരുങ്ങിയിട്ടുണ്ട്. എല്ലാം ശരിയായി വന്നിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് ഇത്. അപ്പൊ ഈ പ്രാവശ്യം ക്രിസ്മസിന് നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാട്ടോ. ഒരു ചെലവില്ല. ഒരു കപ്പങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.